സോഷ്യൽ സയൻസിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ 13 വരെയുള്ള ആക്ടിവിറ്റി കാർഡ്സ് കഴിഞ്ഞ വീഡിയോസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിൽ 14 തൊട്ടിട്ട് ലാസ്റ്റ് വരെയുള്ള ആക്ടിവിറ്റി കാർഡാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 14 തൊട്ടിട്ട് 33 വരെയുള്ള കാർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം. 14ാമത്തെ കാർഡ് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ എല്ലാം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. ലാൻഡ്. ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഇംപ്ലൈഡ് ഇൻ ദ ടേം ലാൻഡ്. റെൻറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ലാൻഡ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന പ്രതിഫലമാണ് റെൻറ്റ്, വാടക എന്ന് പറയും. അടുത്തത് ലേബർ. Labor is an active factor in the production of a product. The laborers use their manpower in the production process. Wage is the reward of labor. ലേബർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ, ഒരു ഉൽപ്പാദിപ്പിക്കുന്നതിൽ, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ലേബർ, പണിക്കാർ. അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി, വേജ്. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവർ അവരുടെ കരുത്ത് ഉപയോഗിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പറ്റുന്നതും, വിസിബിൾ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്നതും ടച്ച് ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായ സാധനങ്ങളാണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ്, പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. The person who coordinates is called organizer or entrepreneur. Profit is the reward of organization. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇത് 3 ഘടകങ്ങളും ഒന്നിച്ചു വരുന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ കൊണ്ട് നടത്തുന്നത് ഒരാളായിരിക്കും, ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ലാഭം. ബി ക്വസ്റ്റ്യൻ. സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. The production unit produces goods and services and the household unit consumes them. The production and consumption are happening continuously and as a result, the economic activities are in a spiral flow. ഒരു സർക്കുലർ ഫ്ലോ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അതിന് വേണ്ട വസ്തുക്കൾ യൂസ് ചെയ്യും, സർവീസസും യൂസ് ചെയ്യും. എന്നിട്ട് അത് കൺസ്യൂം ചെയ്യുന്നതാരാ? വീട്ടിലിരിക്കുന്ന ആൾക്കാർ, ഹൗസ് ഹോൾഡ്. ഓക്കെ. അപ്പോൾ ഈ അവരുടെ ഒരു ആക്ടിവിറ്റീസ് നമ്മളോട് ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ അതേ ഫ്ലോ ചാർട്ട് ഉണ്ട്, നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ കാശ് കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ അവർ നമുക്ക് എന്ത് തരും? ഗുഡ്സ് ആൻഡ് സർവീസസ്, നമുക്ക് സാധനങ്ങൾ തരും. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ വീട്ടിലുള്ള ആൾക്കാർ ജോലിക്ക് പോകുന്നില്ലേ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മളത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തതിന് അവർ നമുക്ക് എന്ത് തരും? കൂലി തരും. അപ്പോൾ അതാണ് റിവാർഡ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 15 ആണ്. ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ രൂപത്തിനെ കുറിച്ചിട്ട് പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. അത് ആരൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആൾ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ദ എർത്ത് ഈസ് സ്ഫിരിക്കൽ ഇൻ ഷേപ്പ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ ദ എർത്ത് ഈസ് സ്ഫിരിക്കൽ ആൻഡ് ഇറ്റ് സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഗോളാകൃതിയിലുള്ള ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആൾ പറഞ്ഞേക്കുന്നത് കണ്ടക്റ്റഡ് എ വോയേജ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫിരിക്കൽ. കപ്പലയാത്ര നടത്തിയിട്ട് പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്. പോൾസ് ആർ ഫ്ലാറ്റ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ ആൻഡ് ഹെൻസ് കോൾഡ് ജിയോയിഡ്. ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ പോൾസ് പരന്നതാണ്, മധ്യഭാഗം വീർത്തതാണ്. ജിയോയിഡ് ആകൃതിയിലാണെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് പറഞ്ഞതെന്നാണ് നമുക്ക് നോക്കണ്ടേ. മാച്ച് ചെയ്യാം. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്ഫെരിക്കലാന്ന് പറഞ്ഞത് താലസ്. സ്പിന്നിലാണ്, ഇമാജിനറി ആക്സിസിൽ കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞത് ആര്യഭട്ട. പിന്നെ അതുപോലെ സ്ഫെരിക്കൽ ഷേപ്പാന്ന് പറഞ്ഞത് മഗാലൻ. അതുപോലെ പോൾസ് ഫ്ലാറ്റ് ആണെന്നൊക്കെ ഐസക് ന്യൂട്ടൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 17. ഒരു റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. അത് വായിക്കുന്നില്ല, അതിൻ്റെ ആൻസേഴ്സ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻ ദ ഫിഗർ. താഴെ തന്നിട്ടുള്ള ഫിഗറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഏതൊക്കെയാണ്, എത്ര ഡിഗ്രിയൊക്കെയാണെന്ന് എഴുതാം. നോക്കാം. ഇക്വേറ്ററിന് 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്
23½ ഡിഗ്രി നോർത്ത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ 23½ ഡിഗ്രി സൗത്ത്. ആർട്ടിക് സർക്കിളിനെ 66½ ഡിഗ്രി നോർത്ത്. അന്റാർട്ടിക് സർക്കിളിനെ 66½ ഡിഗ്രി സൗത്ത്. നോർത്ത് പോളിനെ 90 ഡിഗ്രി നോർത്ത്. സൗത്ത് പോളിനെ 90 ഡിഗ്രി സൗത്ത്. ആക്ടിവിറ്റി കാർഡ് 18 ഒരു റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. അതിൽ ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, പോൾസ്, അതുപോലെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ലോങ്ങിറ്റ്യൂഡ്? ലോങ്ങിറ്റ്യൂഡിൻ്റെ ഫീച്ചേഴ്സ്. ദ ലൈൻസ് കണക്റ്റിംഗ് ബോത്ത് ദ പോൾസ് ഓൺ ദ ഗ്ലോബ് ആർ കോൾഡ് ലോങ്ങിറ്റ്യൂഡ്. ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബിലെ 2 പോൾസിലേക്കും കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ്. 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രിയുള്ള ലോങ്ങിറ്റ്യൂഡിന് പറയുന്ന പേര് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിന് പറയുന്ന പേര് സ്റ്റാൻഡേർഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ. ടൈം നോക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ലോങ്ങിറ്റ്യൂഡ്. ദ ലോങ്ങിറ്റ്യൂഡ് അലോങ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. വെസ്റ്റേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ പാർട്ടിലുള്ള ലോങ്ങിറ്റ്യൂഡിന് പറയുന്ന പേര് വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. The longitude along eastern hemisphere are called east longitude. Eastern സൈഡിലുള്ള longitude east longitude. Next question, name of 0 degree longitude. 0 degree longitudeൻ്റെ പേര് സ്റ്റാൻഡേർഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലോങ്ങിറ്റ്യൂഡ് ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ലോങ്ങിറ്റ്യൂഡ് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. ഡിഗ്രി എഴുതിയിട്ടില്ല, ഡിഗ്രി മുകളിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ. 180 കഴിഞ്ഞ് ഡിഗ്രി മുകളിൽ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, വിച്ച് ലോങ്ങിറ്റ്യൂഡ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ടൈം? ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ലോങ്ങിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. ഡിഗ്രി എഴുതിയിട്ടില്ല, ഡിഗ്രി മുകളിൽ എഴുതിക്കോളോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 19 ആണ്. ലൊക്കേറ്റ് എ പ്ലേസ്. അപ്പോൾ നമുക്ക് താഴെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, അതിൽ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ഒരു പൊസിഷൻ ഇന്ത്യയിൽ എവിടെയാണ്, ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഏത് ഭാഗത്താണ് കറക്റ്റായിട്ട് കിടക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലവർ കർണാടകയുടെ എല്ലാതും കൊടുത്തിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൊടുത്തിട്ടുണ്ട്. ചിലതിൽ സ്റ്റേറ്റ്സ് കൊടുത്തിട്ടില്ല, ചിലതിൽ ലോങ്ങിറ്റ്യൂഡ് കൊടുത്തിട്ടില്ല, ചിലതിൽ ലാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ആ മാപ്പിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ താഴെയുള്ള ആൻസേഴ്സ് നോക്കുക കേട്ടോ. രണ്ടാമത്തെ കോളത്തിലെ ആൻസർ രാജസ്ഥാൻ, മൂന്നാമത്തെ കോളത്തിലെ അരുണാചൽ പ്രദേശ്, നാലാമത്തേൽ ലോങ്ങിറ്റ്യൂഡ് കൊടുത്തിട്ടില്ല ഉത്തർപ്രദേശിൻ്റെ, അത് 82 ഡിഗ്രി ഈസ്റ്റ്. അടുത്തത് തമിഴ്നാട്, തമിഴ്നാട്ടിലെ ലാറ്റിറ്റ്യൂഡ് 10 ഡിഗ്രി നോർത്ത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 20, അറൗണ്ട് ദ സൺ. ഒരു റീഡിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. അലോങ് വിത്ത് ദ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് സൺ. ദിസ് മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. Different seasons are formed due to the revolution of the earth around the sun. Example, summer, rainy season, winter. ഇതിൽ റെവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എർത്ത് അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയുന്നത് കൂടാതെ സൂര്യന് ചുറ്റും തിരിയുന്നുണ്ട്. ആ റൗണ്ട് ചെയ്യണേന്, ആ തിരിയുന്നതിന് പറയുന്ന പേരാണ് റെവല്യൂഷൻ. ഇങ്ങനെ സൂര്യന് ചുറ്റും ചലിക്കുന്നത് കാരണമാണ് നമുക്ക് പല സീസൺസും കിട്ടുന്നത്. താഴെ കൊടുത്ത ക്വസ്റ്റ്യൻ റെവല്യൂഷനെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതാനാണ്. ഈ ബോക്സിലുള്ള അതേ ആൻസേഴ്സ് നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതിയാൽ മതി. അതാണ് റെവല്യൂഷൻ്റെ ആൻസർ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. ഇതിന് നമുക്ക് റെയിനി സീസൺ, വിൻ്റർ സീസൺ, സമ്മർ സീസണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ മന്തിലാണ് വരികയെന്നും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ കുറച്ച് പെക്യുലാരിറ്റീസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെൽസ് ആൻഡ് പോണ്ട്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. റെയിനി സീസണിൽ മഴക്കാലത്ത് നമ്മുടെ കിണറുകളും കുളങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയും. വിൻ്റർ സീസണിൽ ഇറ്റ് ഈസ് കോൾഡ് ഡ്യൂറിങ് മോർണിംഗ്, ഈവനിങ് ആൻഡ് നൈറ്റ്, എക്സ്പീരിയൻസിങ് ഫോഗ് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ്. നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ. അതിനോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ചെറുതായിട്ട് മഞ്ഞും ഉണ്ടാവും. സമ്മർ സീസണിൽ യൂഷ്വലി എക്സ്ട്രീം ഹീറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. നല്ല ചൂടായിരിക്കും നമുക്ക് എല്ലാ സമയത്തും എക്സ്പീരിയൻസ് ചെയ്യാം. ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. റെയിനി സീസണിൽ സദേൺ മൺസൂൺ ഇൻ ജൂൺ ടു ഓഗസ്റ്റ്. ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ സദേൺ മൺസൂൺ എന്നാണ് പറയുക. ഒക്ടോബർ തൊട്ട് നവംബർ വരെ നോർത്തേൺ മൺസൂൺ എന്ന് പറയും. വിൻ്റർ സീസണിൽ ലോവസ്റ്റ് റെയിൻഫാൾ, മഴയൊന്നും അധികം ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ആർ ലോവർ ആൻഡ് കൂളർ. ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും, ഒരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സമ്മർ സീസണിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലെസ് റെയിൻഫാൾ, ഹ്യൂമിഡ് വെതർ. നല്ല ചൂടുണ്ടായിരിക്കും, മഴ കുറവായിരിക്കും,
ഹ്യൂമിഡ് വെതർ എന്ന് പറയുമ്പോൾ ഈർപ്പമുള്ള ഒരു കാലാവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 21. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഒരു റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. അതിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ വെജിറ്റേഷൻസ്, അവിടുത്തെ എനിമൽസ്, അവിടുത്തെ ട്രൈബ്സ്, അത് എത്ര ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡിലാണ് വരിക എന്നൊക്കെ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. കോങ്കോ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക. ബാക്കി നമുക്ക് നോക്കാം. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു ഇയറിൽ മൊത്തം നല്ലൊരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ചൂടുണ്ടായിരിക്കും. അടുത്തത് ഡെയിലി ആഫ്റ്റർനൂൺ ഷവർ വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഉച്ച കഴിഞ്ഞിട്ട് മഴയുണ്ടായിരിക്കും, ഇടിവെട്ടും മിന്നലോടും കൂടിയിട്ടുള്ള മഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫീച്ചർ ഓഫ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ട്രൈബ്സ് ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. തേർഡ്, കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ബേർഡ്സ്, അനിമൽസ് ആൻഡ് വെജിറ്റേഷൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അവർ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ആൻസർ നോക്കാം കേട്ടോ. അടുത്ത ഫീച്ചേഴ്സ് ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്. നമ്മൾ കഴിഞ്ഞ വേർഡ് വെബിൽ എഴുതിയ പോലെ നല്ല ചൂടായിരിക്കും. ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ, കട്ട കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള അത്രയും ഒരുപാട് തിക്കായിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ട്രീസൊക്കെ ഉണ്ടാവും. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ട്രൈബ്സ്. അവിടെയുള്ള ആദിവാസികൾക്ക് ഓരോ പേരുകളുണ്ട്. അവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദയാക്ക്, സെമങ്കാസ്, അബോർജിനൽ ട്രൈബ്സ് ഓഫ് ആമസൺ. നെക്സ്റ്റ് അവിടെ വരുന്ന ബേർഡ്സ്, അതുപോലെ തന്നെ എനിമൽസ്, വെജിറ്റേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെജിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ബോണി, റോസ്വുഡ്, വെണ്ട, മോസ്, ക്ലൈംബേഴ്സ്. അവിടെ എ ആണ് തെറ്റി കൊടുത്തിരിക്കുന്നത്, അതല്ല എസ് ആണ് വരിക കേട്ടോ. ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർ ഗ്രോത്ത്. ബേർഡ്സ്, എനിമൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലെമൂർ, ഏപ്പ്, ഹോൺബിൽ, ഹിപ്പോപ്പൊട്ടാമസ്, ക്രൊക്കഡൈൽ. ഈ എല്ലാ ആൻസേഴ്സും ടെക്സ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളെല്ലാം കിട്ടുമെന്നൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഇതിൽ നോക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 21 തന്നെ ഡെസേർട്ടിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞ് റീഡിംഗ് കാർഡ് അവർ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. അതിനോടനുബന്ധിച്ചൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് കുറച്ച് ഡെസേർട്ട്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കോണ്ടിനെൻസും കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സഹാറ ഡെസേർട്ട് ഫസ്റ്റ്, അത് ആഫ്രിക്കയിൽ. അടുത്തത് കൽഹാരി ഡെസേർട്ട്, ആഫ്രിക്കയിൽ തന്നെ. അറേബ്യൻ ഡെസേർട്ട് നമുക്കറിയാം, ഏഷ്യ. താർ ഡെസേർട്ട് അത് നമുക്കറിയാം, ഏഷ്യയിൽ തന്നെ. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്, ആ വേർഡിൽ തന്നെയുണ്ട് ആൻസർ, ഓസ്ട്രേലിയ. അടുത്തത് അറ്റക്കാമ, സൗത്ത് അമേരിക്കയിലെ. മൊഹേവ്, നോർത്ത് അമേരിക്കയിലെ. ടെക്സ്റ്റിലുണ്ട് ഈ ആൻസേഴ്സ് എന്നൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, നോക്കി നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 22 ആണ്. ഡെസേർട്ടിലെ ക്ലൈമറ്റിനെ കുറിച്ചിട്ട്, അവിടെയുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ട്, എനിമൽസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡെസേർട്ട്. ഡെസേർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തെല്ലാം? അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ ഡേ. പകൽ സമയത്ത് നല്ല ചൂടാണ്. ബാക്കി നോക്കാം. കൂൾ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, രാത്രികളിൽ അധികം ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ലോ റെയിൻഫാൾ, മഴ കുറവായിരിക്കും. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ വേർഡ് വെബ്. പ്ലാന്റ്സ് ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിലുള്ള ചെടികൾ ഏതൊക്കെ? ഒരെണ്ണം തന്നിട്ടുണ്ട്, കാക്ടസ്. ബാക്കി നോക്കാം. പാം, കാക്ടി, അക്കേഷ്യ. നെക്സ്റ്റ് എനിമൽസ് ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിലുള്ള മൃഗങ്ങൾ ഏതൊക്കെ? രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അടുത്തത് ഡോങ്കീസ്, ഹോഴ്സസ്, ഫോക്സസ്, സ്നേക്സ്. ഇതൊക്കെയാണ് അവിടെയുള്ള മൃഗങ്ങൾ. ഈ എല്ലാ ആൻസേഴ്സും നമുക്ക് ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് ഇതിൽ നോക്കി ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ക്ലോത്ത്സ്. ഡെസേർട്ടിലുള്ള ക്ലോത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. വൈ ഡു ദ ഡെസേർട്ട് ഡ്വെല്ലേഴ്സ് കോമൺലി യൂസ് ഡ്രസ്സസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ തന്ന പോലത്തെ ഡ്രസ്സസ് എന്തുകൊണ്ടാണ് ഡെസേർട്ടിലുള്ള ആൾക്കാർ എപ്പോഴും യൂസ് ചെയ്യണേ? ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. അടുത്ത ആൻസേഴ്സ് സ്ലോ ഡൗൺ ഇവാപ്രേഷൻ ഓഫ് സ്വെറ്റ്, വിയർക്കുന്നത് കുറയ്ക്കാനായിട്ട്. പ്രൊട്ടക്റ്റ് ഫ്രം സൺ എക്സ്പോഷർ, സണ്ണിൻ്റെ ചൂടിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതിൽ തന്നിരിക്കുന്നത് ഇഗ്ലൂവിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. ഒരു റീഡിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും വായിക്കുക. ടെക്സ്റ്റിലുണ്ട് ആ ഒരു പോർഷൻ, നിങ്ങളെല്ലാവരും വായിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നെയിം ദ ടെമ്പററി ഹൗസസ് മെയ്ഡ് ബൈ ഇന്യൂട്ട് യൂസിങ് ദ ഐസ് ബ്ലോക്ക്. ഐസ് ബ്ലോക്ക് വെച്ചിട്ട് ഇന്യൂട്ട്സ് ഉണ്ടാക്കുന്ന വീടിൻ്റെ പേര്. വാട്ട് ആർ ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ഇന്യൂട്ട്സ്. ഇന്യൂട്ട്സിൻ്റെ ഉപജീവന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ഡു ഇന്യൂട്ട് സർവൈവ് ഇൻ 6 months ഓഫ് ലോങ് വിൻ്റർ. കാറ്റുകാലത്ത് അവരെങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യാറ്, നിലനിൽക്കാറ്? ആൻസേഴ്സ് നോക്കാം. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇഗ്ലൂസ്. അവരുണ്ടാക്കിയിരുന്ന ഹൗസസ് ആണ് ഇഗ്ലൂസ്. ഇനി അവരുടെ ഉപജീവന മാർഗ്ഗം ഹണ്ടിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെയുള്ളത് ഫിഷിങ്.
തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. അവരെങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന്. ദ യൂസ്ഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് മീറ്റ്. ഉണങ്ങിയ മീനുകളും അതുപോലെ ഉണക്കിയ ഇറച്ചികളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ദ ലിവ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് താമസിച്ചിരുന്നു. വിയർ ഫർ കോട്ട് ടു കീപ്പ് ഔട്ട് ഓഫ് കോൾഡ്. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ കോട്ടുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 24 ക്ലൈമറ്റിക് സോൺസിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലോങ്ങിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം റീജിയൻ എഴുതുക, പിന്നെ ലാറ്റിറ്റ്യൂഡ്. ഫ്ലോറോ ആൻഡ് ഫ്യൂനോ എന്ന് പറഞ്ഞ സസ്യവർഗ്ഗങ്ങളും മൃഗങ്ങളും. ഫ്യൂനോ മൃഗങ്ങൾ. നോക്കാം ആൻസേഴ്സ്. അതിലുള്ള ആൻസേഴ്സ് ഞാൻ എടുത്തെഴുതിയിട്ടില്ല. ഫില്ല് ചെയ്യാനുള്ള ആൻസേഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീജിയൻസ് ഇക്വറ്റോറിയൽ റീജിയനിലെ ലാറ്റിറ്റ്യൂഡ് വരുന്നത് 10 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി സൗത്ത്. അവിടെ ഒരു ഉത്തരം ഫ്ലോറയിൽ കൊടുത്തിട്ടുണ്ട്. വേറൊരു ഉത്തരം കൂടി ഞാനിവിടെ ചേർക്കുന്നു, റോസ്വുഡ്. ഫ്യൂണയിലെ ഹിപ്പപ്പൊട്ടാമസ്, ക്രൊക്കഡൈൽ, ആപ്പ്. റീജിയൻ ഹോട്ട് ഡെസേർട്ട് വരുമ്പോൾ അവരുടെ ലാറ്റിറ്റ്യൂഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ് 20 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത്. പിന്നെ അതിൻ്റെ താഴെയുള്ളതും അതിലുള്ളത് തന്നെയാണ്, 20 ഡിഗ്രി സൗത്ത് ടു 30 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഹോട്ട് ഡെസേർട്ടിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഫ്ലോറോ തന്നിട്ടുണ്ട് അവിടെ. ഫ്ലോറോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ്, അക്കേഷ്യ, പാം ട്രീ. ഫ്യൂണോ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അടുത്ത റീജിയൻ തുന്ദ്ര റീജിയൻ. അവിടെ ലാറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫ്ലോറോ എഴുതിയിട്ടുണ്ട് ഞാനിവിടെ. മോസ്, ലിച്ചൻസ്, സ്മോൾ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഇനി ഫ്യൂണോ എന്ന് പറയുന്നത് പോളാർ ബിയേഴ്സ്, റിയൻഡേഴ്സ്, വെയിൽസ്, സീൽസ്. ഈ ആൻസേഴ്സും നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്. അതിൽ നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ആദ്യം. കിട്ടുന്നില്ലെങ്കിൽ ആൻസേഴ്സ് നോക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യനിലുള്ള ആൻസേഴ്സ് ഞാൻ അങ്ങോട്ട് പകർത്തി എഴുതിയിട്ടില്ല. ശ്രദ്ധിച്ച് ആൻസർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കളർ ചെയ്യാനുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും. അതിലവർ പറഞ്ഞിരിക്കുന്നത് ട്രോപ്പിക്കൽ സോണിന് റെഡ് കളർ കൊടുക്കുക, ടെമ്പറേച്ചർ സോണിന് യെല്ലോ കളർ കൊടുക്കുക, ഫ്രിജിഡ് സോണിന് ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുക. അതപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തതൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 3 സോണുകൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ലാറ്റിറ്റ്യൂഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്, ട്രോപ്പിക്കൽ സോണിൻ്റെ ലാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ടെമ്പറേച്ചർ സോണിൻ്റെ ഏരിയ ഫ്രം 30 ഡിഗ്രി ടു 65 ഡിഗ്രി നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് 30 ഡിഗ്രി ടു 65 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഫ്രിജിഡ് സോൺ ഏരിയ ഫ്രം 65 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് 65 ഡിഗ്രി ടു 90 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇതാണ് 2 സോണുകളുടെയും ഏരിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി കാർഡ് 27. നമുക്ക് ഒരുപാട് ടെമ്പിൾസിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്, നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കൊണാർക്ക് ടെമ്പിൾ, ബൃഹദാശ്വര ടെമ്പിൾ, കാമയ്ക്ക ടെമ്പിൾ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റിൽ പോയിട്ടൊന്ന് വെറുതെ വായിച്ചു നോക്കുക. അപ്പോൾ നമുക്കൊന്ന് പരിചയമാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൊണാർക്ക് സൺ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള വേർഡ് വെബാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് നോക്കാം. ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ചന്ദ്രഭാഗ. ചന്ദ്രഭാഗ എന്ന നദിയുടെ തീരത്താണ് കൊണാർക്ക് ടെമ്പിൾ ഉള്ളത്. ദ ടെമ്പിൾ ആട്രിബ്യൂട്ടഡ് ടു കിങ് നരസിംഹദേവ. നരസിംഹദേവ എന്ന് പറഞ്ഞ രാജാവിൻ്റെ പേരിലാണ് ഈ ടെമ്പിൾ അവരെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റോൺ ഓഫ് ഡിഫറെൻറ്റ് കളർ ബോട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഫോർ കൺസ്ട്രക്ഷൻ. കൊണാർക്ക് ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തുനിന്ന് പല കളറുള്ള കല്ലുകളാണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൊണാർക്ക് സൺ ടെമ്പിൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 27. ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി സ്റ്റോറി ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് യൂസിങ് ചിസൽഡ് റോക്സ്. ഉളി കൊണ്ട് കല്ലുമ്മ കൊത്തിത്തീർത്ത അമ്പലങ്ങൾ ഏതൊക്കെ, അവരുടെ ലൊക്കേഷൻ ഏതൊക്കെ. ലൊക്കേഷനിൽ ഒഡീസ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടെമ്പിളാവും? കൊണാർക്ക് സൺ ടെമ്പിൾ. അടുത്തത് ഒന്നും എഴുതിയിട്ടില്ല. അവിടെ നമുക്ക് ബൃഹദീശ്വര ടെമ്പിൾ എഴുതാം. ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂരാണ്. ഇനി അടുത്തത് കാമയ്ക്ക ടെമ്പിൾ എഴുതിയിട്ടുണ്ട്, ലൊക്കേഷൻ എഴുതിയിട്ടില്ല, അത് ആസാം. അടുത്തത് ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖജുറാഹോ ടെമ്പിളിനെ പറ്റിയിട്ടാണ് ആ ഒരു കാർഡിൽ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് എന്തായാലും അതിൻ്റെ വേർഡ് വെബ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മധ്യപ്രദേശിലാണ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് സ്റ്റൈൽ ഓഫ് അഡോണിങ് ടെമ്പിൾ വാൾസ് വിത്ത് സ്കൾപ്ചർ. ടെമ്പിൾസിൻ്റെ വാൾസിലൊക്കെ കൊത്തുപണി തീർക്കുകയാണ് അവർ. അതിൽ എന്തിൻ്റെ കൊത്തുപണിയൊക്കെയാവും തീർക്കുന്നുണ്ടാവുക? എക്സെപ്റ്റ് ഫ്രം രാമായണ, മഹാഭാരത ആൻഡ് ഭാഗവത.
മഹാഭാരതം രാമായണം ഇതിലുള്ള കഥകളൊക്കെ ഇല്ലേ അതിലെ ഓരോ പാർട്ടും ഇവരിങ്ങനെ കൊത്തുപണി കല്ലുമ്പോൾ ഓരോ കൊത്തുപണികൾ ചെയ്യുക വാൾസിൽ കേട്ടോ, ചുമരുകളിൽ. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് 12th സെഞ്ച്വറിയിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടെമ്പിളിലെ പല ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് നമ്മളിങ്ങനെ പണിഞ്ഞു തുടങ്ങി. ഓക്കെ, പല രൂപങ്ങളും പണിഞ്ഞു തുടങ്ങി. ഇനി അതിൻ്റെ പെക്യുലാരിറ്റീസും തന്നിട്ടുണ്ട്, ഏതൊക്കെ ടെമ്പിൾസിലാണെന്ന് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. ആദ്യത്തെ കൊടുത്തേക്കുന്നത് കർവ്ഡ് ഔട്ട് ഫ്രം എ സിംഗിൾ റോക്ക്, ഒരു കല്ലിൽ നിന്ന് ഒരു അമ്പലം പണിയുക. അത് ഏതൊക്കെ അമ്പലങ്ങളായിരുന്നു? ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 എണ്ണം. കേവ് 16 ഓഫ് എലോറ, കൈലാസ ടെമ്പിൾ. അടുത്തത് ടെമ്പിൾസ് തന്നിട്ടുണ്ട്, ബൃഹദീശ്വര ടെമ്പിൾ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചിസൽഡ് റോക്സ് ഉളി വെച്ചിട്ടാണ് നമ്മൾ ഈ അമ്പലം പണിഞ്ഞത്. ഇനി ബൃഹദീശ്വര ടെമ്പിൾ മാത്രമാവില്ല, ഒരു ടെമ്പിളും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അവിടെ നമുക്ക് കാമയ്ക്ക ടെമ്പിൾ എഴുതാം. നെക്സ്റ്റ് എന്താ? ദ വാൾസ് ഓഫ് ദ ടെമ്പിൾ ആർ അഡോൺഡ് വിത്ത് സ്കൾപ്ചർ. നേരത്തെ പറഞ്ഞു മഹാഭാരതം അതുപോലെ രാമായണം അതിലേക്ക് ഓരോ പാർട്ട് നമ്മൾ കൊത്തുപണി തീർക്കുക. അത് ഏത് അമ്പലത്തിലായിരുന്നു? ഖജുറാഹോ ടെമ്പിൾ. വീഡിയോയിൽ എടുക്കുന്ന ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് സെർച്ച് ചെയ്യേണ്ടതൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, പറയുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലതിൽ ഞാൻ ആൻസേഴ്സ് പറയില്ല, അതിൽ എഴുതി കാണില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോവും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ് വാട്സപ്പിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്തത് ഗോത്തിക് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആക്ടിവിറ്റി കാർഡിലെ. പോർച്ചുഗീസ് കൊണ്ടുവന്ന ഒരു സ്റ്റൈലായിരുന്നു ഗോത്തിക് ആർക്കിടെക്ചർ. ഇതെന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ചർച്ചിലൊക്കെ ഓരോ രൂപങ്ങളല്ല ചർച്ചുകൾ. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽസിൻ്റെ പറയണം, അവർക്ക് ആ സ്റ്റൈൽ കൊടുത്ത് ഈ ഗോത്തിക് ആർക്കിടെക്ചറാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് എന്തായാലും ആൻസേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രൂപങ്ങൾ ആർക്കിടെക്ചർ ഏതായിരുന്നു? ഗോത്തിക് ആർക്കിടെക്ചർ. റൈറ്റ് ഡൗൺ ദ ഫീച്ചർ ഓഫ് ഗോത്തിക് ആർക്കിടെക്ചർ. ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സ്, ഗുണങ്ങൾ എന്തെല്ലാം? ആർക്കുകളായിരുന്നു, പിന്നെ അതുപോലെ പോയിൻറ്റഡ് ടവേഴ്സ്. ക്വസ്റ്റ്യൻ നെയിം ദ ചർച്ചസ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ ഗോത്തിക് സ്റ്റൈൽ. ഗോത്തിക് സ്റ്റൈലിൽ പോർച്ചുഗീസ് കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയ ചർച്ചസ്, പള്ളികൾ ഏതൊക്കെ? സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ബോം ജീസസ് ചർച്ച് ഇൻ ഗോവ, ഗോവയിലെ ബോം ജീസസ് ചർച്ച്. ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മുകളിലുള്ള കാർഡിലുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഔട്ട് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എഴുതുക. ഇതിലവർ തബലയും സിത്താറും തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, നോക്കി നോക്കുക കേട്ടോ. വയലിൻ, പിയാനോ, ഗിത്താർ, ഫ്ലൂട്ട്. ഇനി താഴെയുള്ള ബോക്സിൽ നമുക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, ഖ്വാലി മ്യൂസിക്കിനൊക്കെ പറ്റിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിക്കുക, അത് വെച്ചിട്ട് താഴെയുള്ള ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൽ കംപ്ലീറ്റ് ചെയ്ത ആൻസേഴ്സ് നോക്കാം. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ യൂസ് ചെയ്യണ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് സിത്താർ, തബല. അടുത്ത ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ അമീർ ഖുസ്രു. അടുത്തത് കർണാട്ടിക് മ്യൂസിക്, ഫ്ലൂട്ടും വീണയാണ് യൂസ് ചെയ്യണത്. അടുത്ത ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ പുരന്ദരദാസ്. അടുത്തത് ഖ്വാലി മ്യൂസിക്, അവിടെ യൂസ് ചെയ്യുന്നത് ഹാർമോണിയം. അവിടെ ആൻസർ തന്നിട്ടുണ്ട്. അവിടെയും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണ്? അമീർ ഖുസ്രു തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീഡിയോ അധികം വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു പേജ് മൊത്തത്തിൽ എടുത്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവ് നന്നായിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തതിന് മാത്രം ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒക്കെ തൊട്ടിട്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ എനിവേ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഇതിൽ ഫ്യൂഡലിസത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഫിഗറൊക്കെ നമുക്ക് ടെക്സ്റ്റിലുണ്ട്, അതിൽ നോക്കി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിൽ നോക്കി ആൻസർ ചെയ്തോ കേട്ടോ. കിങ്, ലോർഡ്സ്, ലെസർ ലാൻഡ്സ്, ഫാമേഴ്സ്. ഇനി ഒരു ബോക്സിൽ ഫ്യൂഡലിസത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ദ വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ഹോൾഡ് ബൈ ലോർഡ്സ്. അതിൻ്റെ ആൻസർ മനൂർ. സെക്കൻഡ് വൺ, ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് മീൻസ്. അതിൻ്റെ ആൻസർ പീസ് ഓഫ് ലാൻഡ്. തേർഡ് വൺ, ദ സോഷ്യൽ സിസ്റ്റം ഇൻ മിഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. അതിൻ്റെ ഉത്തരം ഫ്യൂഡലിസം. നെക്സ്റ്റ്, ദ ലോവർ സ്ട്രാറ്റം ഓഫ് ദ ഫ്യൂഡൽ സൊസൈറ്റി. അതിൻ്റെ ഉത്തരം ഫാമേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 32. നമുക്കിതിൽ തമിഴകം, പെരുമാൾസ്, അതുപോലെ മഹാദേവപുരം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്.
ആ റീഡിംഗ് കാർഡിൽ. അത് നിങ്ങളെല്ലാവരും വായിച്ച് നോക്കുക. തനിയെ ആൻസർ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ആൻസേഴ്സ് ക്ലിയറായി ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹൂ വേർ പെരുമാൾസ് എന്നാണ്. നോക്കാം. എ കിങ്ഡം ബേസ്ഡ് ഓൺ മഹോദയപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ 9th century CE. ദ റൂളേഴ്സ് ഓഫ് ദ കിങ്ഡം വേർ നോൺ ആസ് മഹോദയപുരം. 9th സെഞ്ച്വറിയിലെ ഒരു ഭരണകൂടം വന്നിരുന്നു. അതിലുള്ള റൂളേഴ്സിനെ ഭരിച്ചിരുന്ന ആൾക്കാരെയാണ് മഹോദയപുരം എന്ന് പറഞ്ഞിരുന്നത്. ഇനി എവിടെയാണ് മഹോദയപുരം സിറ്റുവേറ്റഡ് ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ മഹോദയപുരം വാസ് സിറ്റുവേറ്റഡ് ഇൻ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരാണ് മഹോദയപുരം സിറ്റുവേറ്റഡ് ആയിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പെരുമാൾസിൻ്റെ ബാക്കി പേരുകൾ എന്തെല്ലാം പേരിലാണ് പെരുമാൾസിന് അറിയപ്പെട്ടിരുന്നത്. ചേറാസ് ആൻഡ് ചെറമനാസ്. ഫോർത്ത് വൺ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര് മഹോദയപുരം. ഈ ആൻസറിൽ ഞാൻ PI എന്നാണ് എഴുതിയിരിക്കുന്നത്, PU ആണ് വരിക കേട്ടോ. കറക്റ്റായി നോക്കിയിട്ട് ആൻസേഴ്സ് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 32 കേരളയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ റീജിയൻസ് ഓഫ് റെയിൻ ഓഫ് പെരുമാൾസ് എക്സ്റ്റെൻഡഡ് ഫ്രം കോലത്തുനാട് ഇൻ നോർത്ത് ടു വേനാട് ഇൻ സൗത്ത്. ഇതിനുള്ളിൽ വരുന്ന നാടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു 4 കൊടുത്തിട്ടുണ്ട്, ബാക്കി ഫില്ല് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിലുണ്ട്, നോക്കി നോക്കുക, ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ആൻസേഴ്സ് നോക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി കാർഡ് 33 ആർട്ട് ഫോം ഓഫ് കേരള. കേരളത്തിലെ കലാരൂപങ്ങൾ. അതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. തെയ്യം, കഥകളി, മോഹിനിയാട്ടം, കളരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ടൈപ്പ് ഓഫ് കലാരൂപങ്ങൾ ആർട്ട് ഫോംസ് ആണുള്ളത്. റിച്വൽ ആർട്ട് ഫോംസും ഉണ്ട്, ടെമ്പിൾ ആർട്ട് ഫോംസും ഉണ്ട്. അമ്പലങ്ങളിലൊക്കെ നടക്കുന്നതാണ് ടെമ്പിൾ ആർട്സ്. റിച്വൽ ആർട്സ് എന്ന് പറയുമ്പോൾ ആചാരപരമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ടെമ്പിൾ ആർട്സ്, റിച്വൽ ആർട്സ് 2 കോളം തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടെമ്പിൾ ആർട്സിൽ വരുന്നത് കൂത്ത്, കോടിയാട്ടം, ഓട്ടംതുള്ളൽ. റിച്വൽ ആർട്സിൽ വരുന്നത് തിറ, പടയണി, കളംപാട്ട്. നമ്മൾ ഈ വീഡിയോയിൽ ആക്ടിവിറ്റി 14 തൊട്ടിട്ട് 33 ആക്ടിവിറ്റി കാർഡ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക്